നമസ്കാരം. റഫേൽ യുദ്ധവിമാനങ്ങളിൽ വമ്പൻ നീക്കങ്ങൾ നടക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയ്ക്കായി 26 റഫേൽ എം, റഫേൽ ബി 2-സീറ്റർ പതിപ്പ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നരേന്ദ്രമോദി നടത്തിയ പ്രഖ്യാപനം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഫ്രാൻസ് സന്ദർശനത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു. എന്നിരുന്നാലും അതിനുശേഷം 3 അധിക കൽവരി ക്ലാസ് സ്കോർപിയൻ അന്തർവാഹിനികൾ വാങ്ങുന്നതുൾപ്പെടെയുള്ള ചർച്ചകളിലെ പുരോഗതിയെക്കുറിച്ച് ഇന്ത്യൻ ഫ്രഞ്ച് അധികാരികൾ വളരെ വിവേകത്തോടെയാണ് പെരുമാറിയത്. ഈ ചലനാത്മകത അതിന്റെ നിഗമനത്തിനടുത്താണ് എന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ മികച്ച രീതിയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 2024 അവസാനത്തോടെ കരാർ ഒപ്പിടാനാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യൻ നാവികസേന റഫേൽ എം, റഫേൽ ബി എന്നിവ ഏറ്റെടുക്കുന്നതിനുള്ള ചർച്ചകൾ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് വൈകി എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും കാര്യങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നു എന്നാണ് വിവരം. 2023 നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ നാവികസേനയ്ക്കായി 26 റഫാൽ, അതിൽ 22 റഫാൽ എം, 4 2-സീറ്റ് പതിപ്പുകൾ എന്നിവ ഓർഡർ പ്രഖ്യാപിച്ചു. 22 റഫേൽ എം, 4 റഫേൽ ബി എന്നിവയുടെ കോൺഫിഗറേഷൻ, എല്ലാ സേവനങ്ങൾ, സ്പെയർ എന്നിവയിൽ കാര്യമായ നീക്കുപോക്കുകളാണ് നടക്കുന്നത്. ആയുധങ്ങളുടെ കാര്യത്തിൽ റഫേൽ ഇന്ത്യൻ നാവികസേനയുടെ ചിറകുകൾക്ക് കീഴിൽ വികസിക്കുന്ന പനോപ്ലി, മെറ്റിയോർ, മൈക്ക, എയർ ടു എയർ മിസൈലുകൾ, ഹാമർ ബോംബുകൾ എന്നിവ ഉപയോഗിക്കുമെന്നും പറയുന്നുണ്ട്. സ്കാൽപ് ക്രൂയിസ് മിസൈലുകളും നാവിക പതിപ്പ് നിർബന്ധമാക്കുന്നുണ്ട്. അഭ്യർത്ഥിച്ച സോഫ്റ്റ്വെയർ പരിഷ്കരണങ്ങൾ ദസാൾട്ട് ഏവിയേഷന്റെ ഓൺബോർഡ് യുദ്ധവിമാനങ്ങളെ എല്ലാ തരത്തിലും അനുയോജ്യമാക്കുമെന്ന് വിവരമുണ്ട്. കിയേവ് വിഭാഗത്തിൽപ്പെട്ട സോവിയറ്റ് രൂപകൽപ്പന ചെയ്ത വിമാനവാഹിനി കപ്പലായ INS വിക്രമാദിത്യയിലും ഉപകരണങ്ങൾ വിന്യസിക്കാമെന്നും സ്പ്രിംഗ് ബോർഡ് ഉപയോഗിച്ച് ഓൺബോർഡ് ഫൈറ്ററുകൾ നടപ്പിലാക്കാൻ വളരെയധികം പരിഷ്കരിക്കാമെന്നും ഈ പ്രഖ്യാപനം അനുമാനിക്കുന്നുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ റഫേൽ ബി, റഫേൽ സി സിംഗിൾ സീറ്റ് ലാൻഡ് അധിഷ്ഠിത പതിപ്പ് ഇന്ത്യൻ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നിരവധി പരിഷ്കാരങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടിയുള്ള ആദ്യ ഓർഡർ റഫേലിന് ചുറ്റും വിന്യസിച്ചിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും റഫേൽ എമ്മിലേക്ക് തിരിയാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ തീരുമാനത്തിന്റെ ഫലവും 110 യുദ്ധവിമാനങ്ങളുടെ ഏറ്റെടുക്കലും അറ്റകുറ്റപ്പണിയും കണക്കിലെടുക്കുമ്പോൾ കാര്യമായ സ്വാധീനം ചെലുത്തും. ഫ്രഞ്ച് ഇരട്ട എഞ്ചിൻ റഫേൽ ഫൈറ്റർ ജെറ്റ്സ് ഒരു മൾട്ടിപർപ്പസ് ഫൈറ്ററാണ്. വൈവിധ്യമാർന്ന ആയുധശേഖരങ്ങളുള്ള ഒരു വ്യതിരിക്തമായ വിമാനമാണിത്. സമാനതകളില്ലാത്ത കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഈ വിമാനം അഫ്ഗാനിസ്ഥാൻ, ലിബിയ തുടങ്ങിയ ഇടങ്ങളിലെ വ്യോമാക്രമണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആഴത്തിലുള്ള പ്രഹരശേഷി പ്രദാനം ചെയ്യുന്നതാണ് റഫേൽ വിമാനം. റഫേൽ മറൈൻ ഫൈറ്റർ ജെറ്റുകളെ പറ്റി നോക്കുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് നേവൽ വേരിയന്റിനെ പറ്റിയാണ്. റഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾ റഫേൽ ജെറ്റുകളുടെ നാവിക പതിപ്പാണ്. അഡ്വാൻസ് മൾട്ടി റോൾ ഫൈറ്ററുകൾ അതിലേക്ക് വരികയാണെങ്കിൽ ദസാൾട്ട് ഏവിയേഷൻ നിർമ്മിക്കുന്ന ആധുനിക സെൻസറുകൾ, റഡാർ, ഏറ്റവും പുതിയ ആയുധ സംവിധാനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന നൂതന ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റുകളാണ് റഫേൽസ്. അതേപോലെ തന്നെ ഇന്ത്യ നിർദ്ദിഷ്ട മെച്ചപ്പെടുത്തലുകൾ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. കൂടാതെ വിവിധ ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ള കഴിവുമുണ്ട്. മറൈൻ പതിപ്പിലെ വ്യത്യാസങ്ങൾ നോക്കുകയാണെങ്കിൽ നാവിക വേരിയന്റിന് മടക്കാവുന്ന ചിറകുകൾ, കാരിയർ ലാൻഡിംഗിന് നീളമുള്ള എയർ ഫ്രെയിം, വിമാനവാഹിനി കപ്പലുകളുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായ ലാൻഡിംഗ് ഗിയർ എന്നിവയുണ്ട്. അടുത്തത് വികസിപ്പിച്ച ആയുധശേഷി നോക്കുകയാണെങ്കിൽ റഫാൽ മറൈൻ ജെറ്റുകൾക്ക് കപ്പൽ വിരുദ്ധ മിസൈലുകളും വായുവിൽ നിന്ന് ഉപരിതല മിസൈലുകളും ഉൾപ്പെടെ വിപുലമായ ആയുധങ്ങൾ വഹിക്കാൻ കഴിയും. കൂടാതെ സമുദ്ര പ്രവർത്തനങ്ങൾക്കായി പ്രത്യേക റഡാറുമുണ്ട്. എന്തായാലും എന്തൊക്കെ നീക്കങ്ങൾ ഇനി നടക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.